blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, എറണാകുളത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ മകൻ തേജസിൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ തേജസ്. കർത്താവെ, തേജസ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നല്ല ആരോഗ്യം നൽകണമേ. യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകണമേ. മാത്രമല്ല, മകളുടെ കുടുംബം, അവരുടെ ബന്ധപ്പെട്ടവരെല്ലാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാലക്കാട് നിന്നുള്ള ഷിൻസി എസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഷിൻസിക്ക് നല്ലൊരു ജോലി കൊടുക്കണമേ. മാത്രമല്ല, വളരെ സമാധാന നിർഭരമായ, അപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ രണ്ട് കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് ലോക എയ്ഡ്സ് ദിനം ആയതുകൊണ്ട് നമുക്ക് ലോകം എമ്പാടുമുള്ള എയ്ഡ്സ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തൻ്റേതായ കാരണത്താലോ മറ്റു കാരണങ്ങളാലോ ആ രോഗത്തിന് അടിമകളായവരോട് കർത്താവ് കരുണ കാണിക്കുവാനും ഒരു വലിയ സൗഖ്യം നൽകാനും നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏത് രോഗത്തെയും, മാരക രോഗത്തെയും സൗഖ്യമാക്കാൻ അങ്ങേക്ക് സാധിക്കുമല്ലോ. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് ഞങ്ങളുടെ പാപങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കാനും, പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കാൻ, അപ്പോൾ തന്നെ രോഗങ്ങളിൽ നിന്നും സൗഖ്യത്തിന് വേണ്ടി കൂടെയാണല്ലോ. ശാപങ്ങൾ ഞങ്ങളെ വീണ്ടെടുക്കാനാണല്ലോ. യേശുവിൻ്റെ നാമത്തിൽ HIV പോസിറ്റീവായ സകലരെയും കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ്, അങ്ങയുടെ ദിവ്യശക്തി ഇപ്പോൾ സ്പർശിച്ച് പരിപൂർണമായൊരു സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. By your stripes, all the sick people are healed in the name of Jesus. HIV പോസിറ്റീവായത് നെഗറ്റീവ് ആകട്ടെ, ടെസ്റ്റുകളിൽ, റിപ്പോർട്ടുകളിൽ അത് തെളിയിക്കപ്പെടട്ടെ. പൂർണ്ണമായും അവർ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിനായി, സൗഖ്യദായകനായി അവർ ജീവിക്കട്ടെ. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ചെന്നൈ ഡിസംബർ 9 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് മാണിക്യം ഹാൾ, ആർലീസ് റോഡ്, കിൽപോക്ക്, ചെന്നൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഡിസംബർ 10 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെയിന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 16K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. ഡിസംബർ 10 ശനിയാഴ്ച. ലയൺസ് ക്ലബ് ഹാൾ, രാമൻചിറ, തിരുവല്ല. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111 99 6001. People in this world, they claim that they are the only people who are going to heaven. ചില ആളുകളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് സ്വർഗ്ഗത്തിൽ പോകുന്നതെന്ന് കരുതുന്ന വിഭാഗമുണ്ട്. We are the original breed. ഞങ്ങളാണ് യഥാർത്ഥ പുള്ളികൾ. We are the original children of God. ഞങ്ങളാണ് യഥാർത്ഥ ദൈവജനം. They will never go to heaven. അവരാരും സ്വർഗ്ഗത്തിൽ പോകില്ല. They are firewood
for hell. അവര് നരകത്തിലേക്കുള്ള വിറകാണ്. But Jesus is not like that. എന്നാൽ യേശു കർത്താവ് ഒരിക്കലും He അങ്ങനെയല്ലായിരുന്നു. came to seek and save the lost from all tribes, all ethnic groups, all languages and all nationalities. സകല വംശത്തിലും സകല പാരമ്പര്യത്തിലും സകല രാജ്യത്തിലും സകല ജാതിയിലും കിടക്കുന്ന സകലരെയും കാണാതെ പോയ സകലരെയും തിരഞ്ഞു പിടിച്ച് രക്ഷിക്കാൻ വേണ്ടിയിട്ടാ യേശു കർത്താവ് വന്നത്. John chapter 4 verse number 9. യോഹന്നാന്റെ സുവിശേഷം 4-ാം The അധ്യായത്തിന്റെ Samaritan woman said to him, "You are a Jew and I am a Samaritan woman. How can he ask me for a drink?" ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമര്യക്കാരത്തിയായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. For Jews do not associate with Samaritans. കാരണം യഹൂദന്മാർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കമില്ല. This is called the race barrier. ഇതിനെയാണ് വർഗീയമായ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. That means one race will not mix with the other race. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു ജനത മറ്റൊരു ജനതയുമായി കൂടിച്ചേരുന്നില്ല. But Jesus was cross racial and cross cultural. എന്നാൽ യേശു കർത്താവ് ഇത്തരം വർഗീയമായ കാര്യങ്ങളെയും അതുപോലെ തന്നെ ചില സംസ്കാരങ്ങളെയും യേശു കർത്താവ് മറികടന്നിരിക്കുകയാണ്. ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലും. ഹല്ലേലൂയ. John chapter 4 verse number 27. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വചനം. And then his disciples returned and were surprised to find him talking with a woman. But no one asked, "What do you want?" or "Why are you talking with her?" അതിന്റെ 27-ാമത്തെ വചനം വായിക്കാമോ? ഇതിനിടയിൽ അവന്റെ ശിഷ്യന്മാർ വന്ന് അവൻ സ്ത്രീയോട് സംസാരിക്കാൻ ആശ്ചര്യപ്പെട്ടു. എങ്കിലും നീ എന്ത് ചോദിക്കുന്നു, അവളോട് എന്ത് സംസാരിക്കുന്നു എന്ന് ആരും ചോദിച്ചില്ല. There was another barrier called the gender barrier. അടുത്ത ഒരു തടസ്സം അവിടെ കാണുന്നത് ലിംഗത്തിന്റെ തടസ്സമാണ്. Because in their culture women were considered as second class people. ആ കാലഘട്ടത്തിൽ അവരുടെ സംസ്കാരം അനുസരിച്ച് സ്ത്രീ എന്ന് പറയുന്നത് രണ്ടാം തരത്തിൽപ്പെട്ട വ്യക്തികളായിട്ടാണ് സമൂഹം കണക്കാക്കിയിരുന്നത്. If a meeting is going on, ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ, if they wanted to take the head count, അവരുടെ തലയെണ്ണി കഴിഞ്ഞാൽ they would count only the men. അവർ പുരുഷന്മാരുടെ തല മാത്രമേ എണ്ണുകയുള്ളൂ. The ladies are not at all counted. അതിനകത്ത് സ്ത്രീകളുടെ എണ്ണം ഒരിക്കലും എടുക്കില്ല. Many Jews in those days believed that women had no soul. ഒത്തിരി യഹൂദന്മാരും അക്കാലത്തിലുള്ള ഒത്തിരി യഹൂദന്മാരും വിശ്വസിച്ചിരുന്നത് സ്ത്രീകൾക്ക് ആത്മാവില്ല എന്നായിരുന്നു. But Jesus, എന്നാൽ യേശു കർത്താവ് passed through Samaria ശമര്യയിലൂടെ കടന്നുപോയി and talked to one woman. ഒരു സ്ത്രീയോട് സംസാരിച്ചു. He broke the barrier അവൻ തടസ്സങ്ങളെ അവൻ തകർത്തെറിഞ്ഞു. of tradition. പാരമ്പര്യത്തിന്റെ തടസ്സങ്ങളെ തകർത്തു. And in those days, no Jew, self-respecting Jew, would ever talk to any woman in public. ആ കാലഘട്ടത്തിൽ ഒരു യഹൂദനും ആത്മാഭിമാനമുള്ള ഒരു യഹൂദനും പരസ്യമായി സ്ത്രീയോട് സംസാരിക്കുകയില്ലായിരുന്നു. Even with his own mother or sister, he would never talk. അദ്ദേഹത്തിന്റെ അമ്മയാകട്ടെ പെങ്ങളാകട്ടെ പരസ്യ സ്ഥലത്ത് വെച്ച് അവർ സംസാരിക്കില്ല. But Jesus is speaking to a Samaritan woman, that too a very notorious bad woman, publicly. Even his disciples were astonished. What is he doing? Talking to a woman at the well during the day, publicly. യേശു കർത്താവ് ചെയ്തെന്ന് നോക്കുക. അവിടെ യേശു കർത്താവ് ഈ പാരമ്പര്യത്തിന്റെ സമ്പ്രദായങ്ങളെല്ലാം തകർത്തുകൊണ്ട് ഒരു സ്ത്രീയോട് സംസാരിക്കുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നട്ടുച്ച സമയത്ത് പരസ്യ സ്ഥലത്ത് ആ സ്ഥലത്ത് ഏറ്റവും കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു സ്ത്രീയോട് ഒറ്റയ്ക്ക് നിന്ന് യേശു കർത്താവ് സംസാരിക്കുന്നു. And he is revealing the truths of true worship. And he is revealing the Messiah to her.
യേശു കർത്താവ് യഥാർത്ഥ ആരാധനയെക്കുറിച്ച് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. യഥാർത്ഥ മശിഹ ആരാണെന്നും അവൻ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. Ladies, listen to me. സഹോദരിമാരെ, ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? Jesus is the one who raised the dignity of womanhood. ഓർക്കുക, സ്ത്രീത്വത്തിന്റെ മാന്യത ഉയർത്തിക്കൊണ്ടുവന്ന ഒരുവനുണ്ടെങ്കിൽ അവനാണ് യേശു കർത്താവ്. When people believed that women had no soul or spirit, Jesus went to Bethany and did a Bible study where he had two students, Martha and Mary. ഇവിടെ ജനങ്ങൾ സ്ത്രീകൾക്ക് ആത്മാവില്ല എന്ന് പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ യേശു കർത്താവ് ബഥാന്യ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്ന് ഒരു ബൈബിൾ സ്റ്റഡി 2 വിദ്യാർത്ഥികൾക്ക് നൽകുന്നു, മാർത്തയ്ക്കും മറിയയ്ക്കും. Luke chapter 8, in his ministry team there were many women. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു കർത്താവിന്റെ ശുശ്രൂഷ സംഘത്തിനുള്ളിൽ സ്ത്രീകളുണ്ടായിരുന്നു. And following his pattern, Saint Paul the apostle, he also raised a lot of women ministers. യേശു കർത്താവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് തന്നെ പൗലോസ് അപ്പസ്തോലൻ തന്റെ ശുശ്രൂഷയിലും പല സ്ത്രീകളെയും താൻ ഉയർത്തിക്കൊണ്ടുവന്നു. Epistle to Romans, epistle to Colossians and many other epistles he wrote. He promoted womenhood and women's ministry. റോമർക്ക് എഴുതിയ ലേഖനം, അതുപോലെ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം തുടങ്ങിയുള്ള ലേഖനങ്ങളിലെല്ലാം തന്നെ സ്ത്രീകളെയും സ്ത്രീത്വത്തെയും ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി പൗലോസ് പരിശ്രമിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. When Sister Shema is standing on my right side ministering to the Lord, remember, it was because Jesus broke that wrong, bad, evil tradition. ഓർക്കുക, എൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് സിസ്റ്റർ ഷെമ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് തെറ്റായ ഒരു പാരമ്പര്യത്തെ തകർത്തെറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. I'll show you one guy. ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാം. His name was Saul, he became Paul. അദ്ദേഹത്തിന്റെ പേര് ശൗൽ എന്നായിരുന്നു, പിന്നീട് അദ്ദേഹം പൗലോസ് എന്ന പേരിൽ വിളിക്കപ്പെട്ടു. Galatians 1 verse number 14. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. Through 17 I was advancing in Judaism beyond many of my own age among many people and was extremely zealous for the traditions of my fathers. അതിന്റെ 14 മുതലുള്ള വേദഭാഗങ്ങളിൽ എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. Now people of God, listen to me. ദൈവജനമേ, ദയവായി ശ്രദ്ധിച്ചാലും The Holy Spirit wants to give you a promise. ഇവിടെ പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദാനം നൽകാൻ Even though ആഗ്രഹിക്കുന്നു. some of you have broken the barriers of tradition and you have reached here, many people related to you are still under the clutches of bad traditions. ഇവിടെ പല ആളുകളും പാരമ്പര്യങ്ങളെ തകർത്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചില പാരമ്പര്യത്തിന്റെ പിടിക്കകത്ത് പെട്ടുകിടന്ന് ഉഴറുന്നതായിട്ട് എനിക്കറിയാം. They are still bound by huge strong ropes of tradition. ഇപ്പോഴും പാരമ്പര്യത്തിന്റെ ശക്തമായ ചില കയറുകളാൽ അവർ ബന്ധിക്കപ്പെട്ട് കഷ്ടപ്പെടുന്നത് കാണാൻ And സാധിക്കുന്നു. this is a voice and promise from God. ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വാഗ്ദാനവും ഇതാണ്. Jesus is going to break those bondages and you will find one day them worshiping with you in blessing centers. ഓർക്കുക, യേശു കർത്താവ് ഈ പാരമ്പര്യങ്ങളെ തകർത്തതുകൊണ്ട് നീ ഒരു ദിവസം അവർ ദൈവസന്നിധിയിൽ വന്ന് ആരാധിക്കുന്നത് കാണുവാൻ പോകുകയാണ്. Here is a guy Saul and he was talking about, he's sharing his testimony. He was advancing in Judaism and he was extremely zealous for the traditions of the fathers. ഇപ്പോൾ ഇവിടെ പൗലോസ് എന്ന് വിളിക്കപ്പെടുന്ന ശൗൽ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി തൻ്റെ പാരമ്പര്യത്തെ പാരമ്പര്യത്തെ കുറിച്ച് വളരെയധികം എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാൻ Verse സാധിക്കുന്നു. number 15. But when God, who set me apart from a mother's womb and called me by his grace, was pleased to reveal his son in me so that I might preach him among the Gentiles, my immediate response was not to consult any human being. 15-ാമത്തെ വചനം. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം
തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. 17 I did not go up to Jerusalem to see those who were apostles before I was, but I went to Arabia. Later I returned to Damascus. 17ാമത്തെ വചനം, എനിക്ക് മുൻപേ അപ്പസ്തോലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. Are you listening to this? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേട്ടുവോ? Here is a man who was so strong following the traditions of the elders. ഓർക്കുക, ഇവിടെ ഒരു മനുഷ്യൻ പാരമ്പര്യത്തെ ശക്തമായി അനുഗമിക്കുന്ന പിന്തുടരുന്ന ഒരു മനുഷ്യനെ കാണാം. And people all over the world thought that he would never be saved. ലോകമെമ്പാടുമുള്ള ആളുകൾ ചിന്തിക്കുന്നു അദ്ദേഹം ഒരിക്കലും രക്ഷിക്കപ്പെടില്ല. But I have a good news. Nothing is impossible with God. എന്നാൽ ഒരു സദ്വർത്തമാനം ഞാൻ നിങ്ങളോട് പറയട്ടെ, അസാധ്യമായ ഒരു കാര്യവുമില്ല. There is no too tough a personality for Jesus to save. യേശു കർത്താവിനെ രക്ഷിക്കാൻ പറ്റാത്ത അസാധ്യമായിട്ടുള്ള ഒരു വ്യക്തിയും ഈ ലോകത്തില്ല. I'm talking about your papa. I'm talking about your grandfather. I'm talking about your mother-in-law. I'm talking about your uncles. I'm talking about your relatives. ഞാൻ ഇപ്പോൾ നിന്റെ അപ്പനെ കുറിച്ച്, നിന്റെ അമ്മയെ കുറിച്ച്, നിന്റെ സഹോദരനെ കുറിച്ച്, നിന്റെ ബന്ധുമിത്രാദികളെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. Hallelujah. UAE ഡെലിവറൻസ് ക്ലിനിക്. നല്ല വ്യക്തികളിൽ നിന്ന് നല്ല സമൂഹങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ് നല്ല രാഷ്ട്രങ്ങളും ജനതകളും ഉളവാകുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരുവാൻ നമുക്കാവശ്യമായത് ഒരു മാറ്റമാണ്. കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും ഇരുളടഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് പ്രത്യാശയുടെയും വിടുതലിന്റെയും പ്രകാശമാനമായ ഒരു പുതിയ ജീവിതത്തിലേക്കുള്ള ആ മാറ്റത്തിനായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു UAE ഡെലിവറൻസ് ക്ലിനിക് 2016. നവംബർ 28 മുതൽ ഡിസംബർ 1 വരെ 4 ദിവസങ്ങളിലായി. സ്പൈസി ലാൻഡ് റെസ്റ്റോറന്റ്, അബു ഷഗാര, ഷാർജ. സമയം വൈകിട്ട് 7 മുതൽ 10 വരെ. രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി വിളിക്കുക 0557415 0509673 ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഡിസംബർ 2 വെള്ളിയാഴ്ച പ്രത്യേക ആരാധന വൈകിട്ട് 5 മുതൽ 7 വരെ അൽനാദ. വൈകിട്ട് 7:30 മുതൽ 9:30 വരെ വോയിസ് ഇന്റർനാഷണൽ മെയിൻ ഹാൾ, ജിജികോ മെട്രോ സ്റ്റേഷനു സമീപം, അൽ ഖരൂദ്, ദുബായ്. സഹോദരി പേര് ഡാർലി എന്നാണ്. ഇവിടെ അടുത്ത് കൊടുങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് താൻ വരുന്നത്. കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി തൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായ രീതിയിൽ വലിയ തകർച്ചയായിരുന്നു തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. 19 വർഷം മുൻപ് തൻ്റെ ഹസ്ബൻഡ് മരിച്ചുപോയി. അതിനുശേഷം താൻ തന്നെ സ്വയമായി അധ്വാനിച്ചാണ് കുടുംബം മുൻപോട്ട് കൊണ്ടുപോയിരുന്നത്. എത്രയുണ്ട്? വീട്ടുകാരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. മക്കൾ 2 പെൺകുട്ടികളാണ്. വീട്ടുകാർ സഹായിച്ചിരുന്നു. ഓക്കെ. ഒരു വാച്ച് കടയിൽ താൻ ആദ്യം ജോലിക്കായി പോയായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് മരിച്ചതിന് ശേഷമൊക്കെ താൻ പയ്യെ ഒരു ഷെയറായിട്ട് ഒരു വാച്ച് കട സ്വന്തമായി ഇടുവാൻ തുടങ്ങി. ഏകദേശം 10 വർഷത്തോളം അത് മുൻപിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അതിനുശേഷം ആ ഷെയർ അവർ പിരിഞ്ഞു. ഒറ്റക്ക് കുറച്ച് നാൾ വാച്ച് കടയുമായി താൻ മുൻപിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ സ്ഥലത്തെ ആ കട ഉടമ അദ്ദേഹം അവിടെ അത് മുഴുവൻ പൊളിച്ച് ഒരു പുതിയൊരു ബിൽഡിംഗ് പണിയുവാൻ വേണ്ടി ഇവരോട് മാറണം എന്നാവശ്യപ്പെട്ടു. ഇനി മാറിക്കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ പുതിയ ആ ഒരു ബിൽഡിങ്ങിൽ തങ്ങൾക്കൊരു കടമുറി ലഭിക്കണമെങ്കിൽ 3.5 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. സാമ്പത്തികമായി ഇതുപോലെ പ്രയാസത്തിലിരിക്കുമ്പോൾ അത്രയും 1 ലക്ഷം രൂപ കൊടുക്കുവാൻ ഇവരുടെ കൈകളിലില്ലായിരുന്നു. ഈ സഹോദരി പറയുന്നത് എങ്ങനെയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ തനിക്ക് കുറേയധികം കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ വാച്ച് കട നിർത്തിയിട്ട് പോകാനും പറ്റില്ല. കാരണം കുറേയധികം പേര് ഇവരുടെ അടുക്കൽ വന്ന് വാച്ച് റിപ്പയർ ചെയ്യാനും പല കാര്യങ്ങളും ചെയ്യാനും നഷ്ടപ്പെടുകയും ചെയ്യും. അതെ.
അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് മാറി റോട്ടിൽ നിന്നും കുറേ ഉള്ളിലോട്ട് കയറി ആർക്കും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മോശപ്പെട്ട ഒരു റൂം തനിക്ക് ലഭിച്ചു. അവിടെ ഗത്യന്തരമില്ലാതെ താൻ അവിടെ കട തുടങ്ങി. താൻ പറയുന്നത് ഇങ്ങനെയാ, താൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നല്ലൊരു കടമുറി ലഭിക്കണമെന്ന്, പ്രത്യേകിച്ചും റോഡ് സൈഡിലോട്ട് ലഭിച്ചാൽ മാത്രമേ ആളുകൾ വരികയുള്ളൂ. ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാ, താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുമായിരുന്നു. അതിലെ ഓരോ പ്രാർത്ഥനയിലും താൻ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. സഹോദരിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, താൻ കേൾക്കുന്ന വചനങ്ങൾ താൻ ഒരു ഡയറിയിൽ ആദ്യം എഴുതിയെടുക്കും. അതിനുശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പോക്കറ്റ് ഡയറി പോലെയുള്ള ഇതിൽ താൻ അത് പയ്യെ പയ്യെ പകർത്തി വെക്കും. വേറൊന്നുമല്ല, തനിക്ക് യാത്ര ചെയ്യുമ്പോൾ കടയിലിരിക്കുമ്പോഴൊക്കെ അതിലൂടെ പറയുന്ന ദൈവവചനങ്ങൾ താൻ പറയുന്നത് ഒട്ടുമിക്ക വചനങ്ങളും താൻ എഴുതിയെടുക്കും. അന്ന് ഷെമ സിസ്റ്റർ പ്രത്യേകിച്ച് 31/8/2016 കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 31-ാം തീയതി ഡേറ്റാണെന്ന് ഓർമ്മ വരുന്നില്ല, ഞാൻ അങ്ങ് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്തി അന്ന് ഇതാണ് ഞാൻ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 8-ാമത്തെ വചനം അന്നാണ് അന്നത്തെ കുറിവാക്കി, ഞാൻ എഴുതിയിട്ടില്ല. അന്ന് മാഡം ഇങ്ങനെ പറയുന്നു, ഞാനിത് വായിക്കാം. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയുടെ കണ്ണുനീര് ദൈവം കാണുന്നു. അവരുടെ എല്ലാ കഷ്ടതകളും മാറാൻ പോകും. ഭർത്താവ് മരിച്ചുപോയ ഒരു സഹോദരിയുടെ കരച്ചിൽ കർത്താവ് എടുത്തു മാറ്റുകയാണ്. ആ സങ്കടങ്ങൾ കർത്താവ് എടുത്തു മാറ്റി ദൈവികമായൊരു സമാധാനവും ആശ്വാസവും പ്രത്യാശയും ഈ സമയത്ത് ആ സഹോദരിയുടെ മേൽ കർത്താവ് പകരുകയാണ്. അന്ന് ആ പ്രാർത്ഥന താൻ ശ്രദ്ധിച്ചപ്പോൾ തന്നെ താൻ പെട്ടെന്ന് അവിടെ ഇരുന്ന് തന്നെ പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് എനിക്ക് വേണ്ടി തന്നെയാണല്ലോ കർത്താവ് സംസാരിച്ചിരിക്കുന്നത്. താൻ അതിനുശേഷം ഈ ഡയറിയിൽ അത് വീണ്ടും പകർത്തിയതിന് ശേഷം താൻ ഇപ്പോൾ ആയിരിക്കുന്ന ആ ചെറിയ റൂമിലിരുന്ന് താൻ അത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി പറഞ്ഞു, ഒരു പരിചയമില്ലാത്ത ഒരാൾ തൻ്റെ കടയിലോട്ട് വന്നിട്ട് ഒരു വാച്ച് നന്നാക്കുവാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹം കടയിലോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, കടമുറിയൊക്കെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ എങ്ങനെ കച്ചവടം ലഭിക്കും, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്തോട്ട് മാറിക്കൂടെ എന്ന് ചോദിച്ചു. ഈ സഹോദരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇത്രയും പൈസ കൊടുക്കണം എന്നാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ ആ അപരിചിതൻ, ഈ സഹോദരി പറയുന്നത് എങ്ങനെയാ, അദ്ദേഹം തന്നെ മറ്റൊരു ഫോൺ നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് വിളിച്ചാൽ മതി, അവർ ഈ അടുത്ത് തന്നെ കട മാറുന്നുണ്ട്, അവരുടെ ആ കട ഒഴിയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവർക്ക് ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ തന്നെ താൻ ഫോണിൽ വിളിച്ച് അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ആ കട മുറി കൊടുത്തുപോയി എന്ന് ആദ്യമേ പറഞ്ഞു. പക്ഷേ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി പറയുക, ഫോൺ കട്ട് ചെയ്തപ്പോഴും താൻ ഈ ഒരു വാക്ക് എടുത്ത് വെച്ച് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് തന്ന വാഗ്ദത്തമാണ്, അതെനിക്ക് ലഭിക്കും, എൻ്റെ കണ്ണുനീര് മാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സഹോദരി പറയുന്നത് ഇങ്ങനെയാ, പിന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു, അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ആ കടമുറി ഞാനിപ്പോൾ നൽകുകയാണ് എന്ന് പറഞ്ഞു. ഇവർ പറയുകയാണ്, ഇപ്പോൾ ആ കടമുറി റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല രീതിയിൽ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരു വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ബ്ലെസ്സിങ് ടുഡേ കർത്താവ് അതിനുവേണ്ടി ഉപയോഗിച്ചു. കർത്താവെ, ഞങ്ങൾ കേട്ട ഈ സാക്ഷ്യത്തിനായി നന്ദി. ഈ സഹോദരിയെ കൈവച്ച് അനുഗ്രഹിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ അത് തുടങ്ങാൻ ആവശ്യമുള്ള സകലവും കർത്താവ് സപ്ലൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി നൽകി അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ കാൽപാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ച സ്ഥലങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ ബ്ലെസ്സിങ് ടുഡേ ഒരുക്കുന്നു ഒരു സുവർണാവസരം. ബ്ലെസ്സിങ് ടുഡേ ഹോളി ലാൻഡ് ടൂർ 2017. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിൽ ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ഒരു ബൈബിൾ പഠനയാത്ര. എല്ലാ സുപ്രധാന സ്ഥലങ്ങളിൽ വച്ചും ബൈബിൾ ക്ലാസുകളും സംഗീതാരാധനയും. ബ്രദർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കുള്ള അവസരം. നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിക്കൂ 0484 422 101. നമുക്ക് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകമെമ്പാടും ഈ എപ്പിസോഡ് കാണുന്ന എല്ലാവരുടെയും അടുക്കലേക്ക് കർത്താവെ നിൻ്റെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു ഫാദർ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തികളുടെ മേൽ അങ്ങ് ഇപ്പോൾ ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. മൈഗ്രെയിൻ ബാധിച്ച ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മൈഗ്രെയിൻ പൂർണ്ണമായും സൗഖ്യമാകട്ടെ. അതുപോലെ കണ്ണുകൾക്ക് പ്രയാസമുള്ള, കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ കണ്ണുകൾക്ക് പ്രയാസമുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് 2 കൈകളും നിങ്ങളുടെ കണ്ണിലെടുത്ത് വയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തികളിപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ നട്ടലിൽ മുകൾ ഭാഗം തുടങ്ങി അടിഭാഗം വരെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഏതെങ്കിലുമൊക്കെ തകരാറ് അനുഭവിക്കുന്ന വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. കർത്താവെ, നിൻ്റെ ശക്തി നിന്നിൽ നിന്നും പുറപ്പെട്ടു രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയും. ചില ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ സൗഖ്യം നടക്കുന്നു. നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ഏതെങ്കിലും ഒരു വാർഡിലോ റൂമിലോ അല്ലെങ്കിൽ വെന്റിലേറ്ററിലോ ICUയിലോ എവിടെയാണെങ്കിലും കർത്താവിൻ്റെ രോഗസൗഖ്യം അത്ഭുതകരമായി ആ വ്യക്തികളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് ചെല്ലുന്നതിനാൽ നന്ദി പറയും. ഇൻ ജീസസ് നെയിം. കിഡ്നികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കിഡ്നികളുടെ തകരാറുള്ള വ്യക്തികൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു. അതുപോലെ അസ്ഥികളിൽ പൊട്ടലുള്ള, അതും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ പൊട്ടലുള്ള വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഒരു പൂർണ്ണ വിടുതൽ അവിടെ ഉണ്ടാകട്ടെ. താങ്ക് യു ഫാദർ. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ ഏതൊരു ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം പൂർണ്ണമായും ശരീരം റിക്കവർ ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കാൻ തുടങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് 2 കൈകളും ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്താണ് നിങ്ങളുടെ വിഷയമെങ്കിലും യേശുവിനോടത് പറയുക. കർത്താവെ, ഓരോരുത്തരും അങ്ങയോട് പറയുന്ന വിഷയങ്ങളിൽ അങ്ങൊരു വലിയ വിടുതലും അനുഗ്രഹവും കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിക്കപ്പെട്ട തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സിൻ്റെ ഇംഗ്ലീഷും മലയാളവും ലഭ്യമാണ്. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക, ട്വിറ്റർ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുക. കർത്താവ് ധാരാളമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം.